രണ്ടാനമ്മേനെ പേര് മാത്രമേ ഉള്ളൂ. സ്വന്തം അമ്മ തന്നെ, ഒറ്റമ്മ തന്നെ. ഇതേപോലെ ഇങ്ങനെ എത്ര നോക്കണം, എനിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനൊരു അതായ അന്നോട്ട് അമ്മനെ കണ്ടപ്പോ തന്നെ ഒരു ഇഷ്ടമായതും ഈ അമ്മ മതിയെന്ന് ഞാൻ പറഞ്ഞത്. വേറിട്ട് അങ്ങനെ മാറിയിട്ടുമില്ല ഒരു സ്നേഹം അമ്മയുടെ ഭാഗത്തു നിന്നാണേലും. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രമേ ഇവിടെ നിൽക്കുന്നത്. ഈ അമ്മയും ഋതപ്പനും അളിയനും അവരൊക്കെ അവരുടെ സ്നേഹം കാരണം ഇവിടെ തന്നെ നിൽക്കുന്നു. ആ നൂപേട്ടൻ വിളിച്ചിട്ട് മോനെ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അനുവേട്ട പറ എന്നെ പറ്റിയെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അമ്മയോട് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അതിന് നേരെ അടുക്കളയിൽ പോയി ഇങ്ങനെ ഞാൻ അപ്പോഴും ആലോചിക്കുന്നുണ്ടോ ഫ്രാങ്കാ അങ്ങനെ എന്തോ സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ അങ്ങോട്ട് പോയപ്പോൾ കാറ് നിന്നപ്പം അവർ ഈ ന്യൂസ് ഇട്ട് കാറിനകത്ത്. അപ്പം മനസ്സിലായി അല്ല എന്ത് പരിപാടിക്ക് പോകുന്നതിലും ഞാനും അച്ഛനും കാറിനാ പോകുന്നത്. അന്ന് മാത്രം അച്ഛൻ പറഞ്ഞു വരണ്ട. ആദ്യം പറഞ്ഞ ട്രെയിനിനാ പോകുന്നതെന്നാ പറഞ്ഞത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞല്ല കാറിന് പോവാന്ന് പറഞ്ഞു. എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് രാവിലെ ആശുപത്രിയിൽ പോകണം, അതുകൊണ്ട് നേരത്തെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അച്ഛനെന്തോ ചെറിയ പല്ലുവേദന ഉണ്ടാകും, രാവിലെ ആശുപത്രിയിൽ പോകണം. എന്നിട്ട് പപ്പ മെഡിക്കൽ കോളേജിലായിരുന്നു ആ ടൈമിൽ. അപ്പം അവിടെയും പോകണമെന്ന് പറഞ്ഞു. നേരത്തെ വീട്ടിൽ പോകണം, അതപ്പനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാ. ഇവരെന്നെ ഈ നോക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. ഇപ്പം അത് മാത്രം ചിന്തിച്ചാൽ പോരെ. കേൾക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു വിഷമം ആകാറുണ്ടോ ഇതൊക്കെ? ഞാൻ അങ്ങനത്തെ ന്യൂസ് ഇപ്പൊ നോക്കാറില്ല. അങ്ങനെ ആരെങ്കിലും പറയാറുണ്ട് ബന്ധുക്കളൊക്കെ ഇത്തരത്തിൽ? അമ്മ തന്നെ ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് എന്നോട് ഇങ്ങനെ സങ്കടം പറയും, ഇങ്ങനത്തെ കമന്റ് കണ്ട്. അമ്മയോട് പറയാം ഇങ്ങനെ ഇതൊന്നും നോക്കണ്ട, എനിക്കിങ്ങനെ ഇപ്പൊ വരുന്നതാ, നമ്മളത് മൈൻഡ് ചെയ്യണമെന്ന് പറയാം. എങ്കിലും അമ്മ അതിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. കുറെ ഇങ്ങനെ വിളിച്ചു പറയാം. അങ്ങനെ നമ്മളപ്പം ഇങ്ങനെ നടക്കുമ്പോ തോന്നില്ല ഇത്രയും വലിയ ഒരാളാ. ഇങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത് ഇത്രയും സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നു എന്നൊക്കെ. നമ്മളിപ്പോൾ നടക്കുമ്പോ എൻ്റെ അച്ഛനല്ലേ, അപ്പം ഇങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ നമുക്ക്. ഷൂട്ടിന് പോയെന്നാ പറയത്തുള്ള. അങ്ങനെ അറിയാം എന്തോ പറ്റിയിട്ടുണ്ട്, അങ്ങനെ എന്തോ അറിയാം. അവന് മരിച്ചു എന്ന് അങ്ങനെ ഒന്നും അറിയത്തില്ല. ഇനിയിപ്പോ എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റാർ മാജിക്കിന്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിനെ പോത്തുള്ളൂ. അവിടൊക്കെ തന്നെ കാണാം, അവിടെയും കാണും, അവിടെ ഇവിടെ ആയിരിക്കും എപ്പോഴും. മോനെ നമസ്കാരം. കൊല്ലസുധി എന്ന കലാകാരൻ മോൻ്റെ അച്ഛൻ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ 12 ദിവസമാകുന്നല്ലോ. മലയാളികൾ മുഴുവനും ഇപ്പോഴും അതുപത്ത് സങ്കടപ്പെടുന്നുണ്ട്, വിഷമിച്ച് കരയുന്നൊക്കെ ആളുകളുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ മോൻ ഹൃദയം തകർന്നു നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. കിച്ചു അച്ഛൻ്റെ പൊന്നു മോനായിരുന്നല്ലോ. അച്ഛൻ ജീവിച്ചത് തന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടിയായിരുന്നല്ലോ മോനെ. അച്ഛനെ സ്നേഹിക്കുന്ന ആളുകളോട് മോനിപ്പോൾ എന്താണ് പറയാനുള്ളത്? അങ്ങനെ അച്ഛൻ പോയ പോലെ ഒരു ഫീൽ ഇല്ല എനിക്ക് സത്യം പറഞ്ഞ. ഷൂട്ടിന് അങ്ങനെ എന്തോ ഒരു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കുന്നോണ്ട് അവരിത് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരുന്നത് തന്നെ. അല്ലാണ്ട് അങ്ങനെ പോയി അങ്ങനെ ഒരു ഫീൽ ഇല്ല. നമ്മുടെ ഒപ്പം തന്നെ ഒക്കെ ഇങ്ങനെ ഉണ്ട് ഇവിടൊക്കെ തന്നെ. മോനെ സോഷ്യൽ ഇടങ്ങളിലൊക്കെ കുറെ ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, മോനെ അധികം കാണാറില്ല. അതായത് ഇവിടുത്തെ കോട്ടയത്തെ വീട്ടിൽ മോനെ അധികം കാണാറില്ല, മോൻ എവിടെ പോയി, മോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അത്തരത്തിൽ വരെ ചർച്ചകൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ മോൻ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മോൻ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? കാരണം ഇതൊക്കെ അനാവശ്യ ചർച്ചകളാണല്ലോ മോനെ. കാരണം നമുക്കിവിടെ വന്ന് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് രേണു അമ്മ മോനെ എങ്ങനെയാണ് നോക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ കുടുംബം എങ്ങനെയാണ് നോക്കുന്നുള്ളത്. മോൻ ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? വിഷമം ഇങ്ങനത്തെ ഈ ന്യൂസും കാര്യങ്ങളും ഇല്ലാത്തതൊക്കെ കാണുമ്പോഴും വിഷമം. പക്ഷെ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല അങ്ങനെ വലുതായിട്ട്. നിങ്ങൾ ഒരു അച്ഛൻ മകൻ ഒരു ബന്ധമായിരുന്നില്ലല്ലോ, ഒരു കൂട്ടുകാരെ പോലെ ആയിരുന്നല്ലോ മോനെ ജീവിച്ചത്. അപ്പം ഈ അച്ഛൻ്റെ ഒരു വിയോഗം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നറിയാം. അപ്പൊ എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ? ഞാൻ ഉറക്കമായിരുന്നു. അമ്മ എന്തോ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അച്ഛനെന്തോ പറ്റി, അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ വിളിക്കുന്നുണ്ട്, അപ്പൊ എടുക്കുന്നില്ല. അപ്പൊ കൊല്ലത്തെ ആൾക്കാരെ വിളിച്ചിട്ട് വെച്ച് അച്ഛനെന്ത് ചെയ്യുമ്പോൾ ഷൂട്ടിന് പോയേക്കുക, എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു.
പറഞ്ഞു എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അച്ഛനെ തന്നെ ഇങ്ങനെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അനൂപേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ ആക്സിഡൻ്റ് ആയി. ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അനൂപേട്ട പറ എന്നെ പറ്റിയെന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞു ഇങ്ങനെ അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അമ്മയോട് എങ്ങനെ പറയണോന്ന് അറിയത്തില്ല. അതിന് നേരെ അടുക്കളയിൽ പോയി ഇങ്ങനെ അളിയൻ വരുന്നവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അളിയനോടല്ലേ എനിക്ക് എന്തെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ മൊത്തം ഇവിടെ ഉള്ള അളിയനോടാ കാര്യങ്ങളൊക്കെ പറയുന്നത്. മോനെ ഈ അളിയൻ വിളിക്കുന്നത് ആരെയാണ്? അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ്. ഞാനും അച്ഛനും കണ്ടപ്പത്തൊട്ട് അളിയ ഇവരെല്ലാം ചേട്ടാപ്പി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അളിയാന്ന് എപ്പോഴും വിളിക്കുന്നത്. ഈ ഇത് കേട്ടതിന് ശേഷം മൊത്തം ഈ സിനിമയിലൊക്കെ കാണത്തില്ല ഇങ്ങനെ മൊത്തം എന്തൊക്കെയാ നടക്കുക ഇങ്ങനെ. ഞാൻ അതിന്റെ ഒപ്പം ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നിങ്ങനെ കാറി കയറുന്നു, അങ്ങോട്ട് പോകുന്നു, അങ്ങനെ ആയിരുന്നു മൊത്തം. ഞാൻ അപ്പോഴും ആലോചിക്കുന്നുണ്ടോ ഫ്രാങ്കാ അങ്ങനെ എന്തോ സെറ്റപ്പ് ആയിക്കുന്നു വിചാരിച്ചിട്ടാ. അങ്ങോട്ട് പോയപ്പോ കാറിൽ നിന്നപ്പം ഒരു ന്യൂസ് ഇട്ട് കാറിനകത്ത്. അപ്പൊ മനസ്സിലായി അല്ല ഫ്രാങ്കൊന്നും അല്ല. അത് വിചാരിച്ച അങ്ങനെ എന്തോ ഫ്രാങ്കോ അങ്ങനെ എന്തേലും ആയിരിക്കും, ചുമ്മാ പറ്റിക്കുന്നതല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്ത് പരിപാടിക്ക് പോകുന്നതിലും ഞാനും അച്ഛനും കാറിനാ പോകുന്നത്. അന്ന് മാത്രം അച്ഛൻ പറഞ്ഞു വരണ്ട. ആദ്യം പറഞ്ഞ ട്രെയിനിനാ പോകുന്നതെന്നാ പറഞ്ഞത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞല്ല കാറിന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ പൊക്കള ഇവിടുന്ന് രാവിലെ ബസ് അളിയനങ്ങ കൊണ്ടാക്കിയത്. ബസ്സിന് നേരെ പോവായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു അല്ലെങ്കിൽ പോകുന്നത് എവിടെ. അത്തരത്തിലൊരു തീരുമാനത്തിലായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ പോകാമെന്നുള്ള തീരുമാനം. ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ തരുമെന്നങ്ങാണ്ടാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാ പറയുന്ന കാറിനാ പോകുന്ന. അവിടുന്ന് ഫ്ലവേഴ്സിന്റെ വണ്ടി ഉണ്ട്, അവിടെ നേരെ പോവാന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് മോനെ കൂട്ടാതിരുന്നത്. ഇനി ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നതിന് മുൻപ് മോനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നല്ലോ. അപ്പം അതും വെളുപ്പിനെയായിരുന്നു ആ ഒരു സമയത്തല്ലേ? അപ്പൊ അത്തരത്തിൽ ആ ഒരു ടൈം അല്ലേ, ഒരു 11:30-12 മണി അവിടുന്ന് ഇറങ്ങുന്ന ആ ടൈമായിരുന്നു രാത്രി. വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഋതപ്പന് പല്ലുവേദനയായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് രാവിലെ ആശുപത്രിയിൽ പോകണം, അതുകൊണ്ട് നേരത്തെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അച്ഛനെന്തോ ചെറിയ പല്ലുവേദന ഉണ്ടാവും, രാവിലെ ആശുപത്രിയിൽ പോകണം. എന്നിട്ട് പപ്പ മെഡിക്കൽ കോളേജിലായിരുന്നു ആ ടൈമിൽ. അപ്പം അവിടെയും പോകണമെന്ന് പറഞ്ഞു. നേരത്തെ വീട്ടിൽ പോകണം, ഋതപ്പനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാ രാവിലെ ഒരു 5 മണിക്കൂറെന്നാ പറഞ്ഞു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. 5 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 4:20 വിളിച്ചു, അപ്പം എടുത്തില്ല. പിന്നെ വെച്ചപ്പം ഉറക്കമായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ രാവിലെ വിളിക്കുന്നത്. മോന്റെ എത്രാമത്തെ വയസ്സിലാണ് രേണുമ്മ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? എൻ്റെ 7ാം ക്ലാസ് ആ ടൈം. ആ സമയത്ത് മോൻ ഓക്കെ ആയിരുന്നു? കാരണം നമ്മളെല്ലാവർക്കും കേൾക്കുന്നതാണ് രണ്ടാനമ്മ പെറ്റമ്മയോളം ആകുമോ എന്നൊക്കെ. അന്ന് ആ ടൈമിൽ അമ്മനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി അമ്മ. ചപ്പ അറിയത്തില്ലായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ കൂട്ടുകാരി എന്നുള്ളൊരു ഇതിലാ വന്നെ. പിന്നെ അങ്ങനെ കമ്പനിയായി. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറയായിരുന്നു. മോനാണ് അച്ഛനോട് പറയുന്നത് എനിക്ക് അമ്മ വേണമെന്ന്. അത്രത്തോളം സ്നേഹമാണ് മോനോട്. രണ്ടാനമ്മേനെ പേര് മാത്രമേ ഉള്ളൂ, സ്വന്തം അമ്മ തന്നെ. മറ്റമ്മ തന്നെ ഇതേപോലെ ഇങ്ങനെ ഇത്ര നോക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനൊരു അതാ അന്നോട്ട് അമ്മനെ കണ്ടപ്പോ തന്നെ ഒരു ഇഷ്ടമായതും ഈ അമ്മ മതിയെന്ന് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങനെ മാറിയിട്ടുമില്ല ഒരു സ്നേഹം. അമ്മയുടെ ഭാഗത്തു നിന്നാണേലും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രമേ ഇവിടെ നിൽക്കുന്നത്. ഈ അമ്മയും ഋതപ്പനും അളിയനും അവരൊക്കെ അവരുടെ ഒരു സ്നേഹം കാരണം ഇവിടെ തന്നെ നിൽക്കുന്നത്. സ്നേഹമാണ് മോനെ താങ്ങി നിർത്തുന്നത്. അച്ഛനിങ്ങനെ നല്ലൊരു ഫാമിലിയിൽ വന്നിട്ട് പോയുണ്ട്. രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മൂത്ത മകൻ തന്നെയാണ് കിച്ചുമോൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊക്കെ തന്നെ നോക്കുന്നത്. ഇവിടെ കൂട്ടായിട്ട് പിന്നെ റിബിൽ മോനും വന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു അതിനുശേഷം? എങ്ങനെയായിരുന്നു ഇതിനു ശേഷം
അടിപൊളിയായിരുന്നു. ഇത്രയും പെട്ടെന്ന് അച്ഛൻ പോകുന്നു ഓർക്കുന്നില്ല. കിച്ചുമോനെ എത്ര നന്നായിട്ടാണ് രേണുമ്മയുടെ കുടുംബം നോക്കുന്നത്, അല്ലെങ്കിൽ രേണു ചേച്ചി നോക്കുന്നത് നമുക്കൊക്കെ അറിയാം. ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. പക്ഷെ ഇതൊന്നും അറിയാതാണല്ലോ മോനെ കുറെ ആളുകളൊക്കെ അത് ഓർത്ത് വിഷമിക്കുന്നു. ഇവരെന്നെ ഈ നോക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കത്തില്ലല്ലോ ഇപ്പം. അത് മാത്രം ചിന്തിച്ചാ പോരെ. മോനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു വിഷമം ആകാറുണ്ടോ ഇതൊക്കെ? ഞാൻ അങ്ങനത്തെ ന്യൂസ് ഇപ്പൊ നോക്കാറേ ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ ബന്ധുക്കളൊക്കെ ഇത്തരത്തിൽ? അമ്മ തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് എന്നോട് ഇങ്ങനെ സങ്കടം പറയും, ഇങ്ങനത്തെ കമന്റ് കണ്ട്. അമ്മയോട് പറയാം ഇങ്ങനെ ഇതൊന്നും നോക്കണ്ട, എനിക്കിങ്ങനെ ഇപ്പൊ വരുന്നതാ, നമ്മളത് മൈൻഡ് ചെയ്യണമെന്ന് പറയാം. എങ്കിലും അമ്മ അതിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. കുറെ ഇങ്ങനെ വിളിച്ചു പറയാം അങ്ങനെ. അതുകൊണ്ട് പറയാനല്ലേ പറ്റത്തുള്ളൂ. അച്ഛൻ നിരവധി വേദികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇതുവരെ എത്തിയതൊക്കെ. മോനെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല വേദികളിലും മോനുമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മോനെ സ്റ്റേജിന് പിന്നിൽ ഉറക്കി കെട്ടിയിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ മോനെ എങ്ങനെയാണ് ഓർക്കുന്നത്? അങ്ങനെ പരിപാടിക്ക് പോകുന്നതൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഈ ട്രാവലർ ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോ അവിടെ ഈ വണ്ടി വരും. അപ്പം ഞങ്ങൾ ഒന്നില്ലേ ചിലപ്പോ വേറെ ഏതെങ്കിലും സ്കൂട്ടറിൽ അങ്ങോട്ട് പരിപാടി സ്ഥലത്തോട്ട് ചിലപ്പോ പോകും. അവിടെ ചെന്നിട്ട് ഞങ്ങളൊക്കെ അവരൊക്കെ തന്നെ ആയിരിക്കും സ്റ്റേജ് കെട്ടുന്നതും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. രേണുവുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഉടനെ കോട്ടയത്തേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുമായിരുന്നു, എങ്ങനെയായിരുന്നു? പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു. കൊല്ലത്ത് നിന്നപ്പോഴും ഞങ്ങൾ എല്ലാ വെള്ളിയും ശനി ഞായർ ഇവിടെ വരും. എന്നിട്ട് തിങ്കളാഴ്ച നേരെ വന്നിട്ട് ഞാൻ അവിടെ നേരെ സ്കൂളിൽ പോകും. അങ്ങനെ ആയിരുന്നു. പിന്നെ പ്രസവം ഡെലിവറി ടൈമിൽ ഇവിടെ വന്നാൽ പിന്നെ കൊറോണയും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ സെറ്റിലായി. എനിക്ക് തോന്നുന്നു അച്ഛന് ഇവിടെ നിൽക്കാനാണ് കൂടുതൽ. എനിക്ക് അച്ഛൻ ഇവിടെ നിൽക്കുന്നായിരുന്നു. ആ ടൗണിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഈ നാട്ടുപ്രദേശം അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ആളുകളുടെ എത്ര വയസ്സ് വരെയായിരുന്നു കൊല്ലത്ത് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു? കൊല്ലത്ത് 8 വരെ പഠിച്ചു. 9 തൊട്ട് ഇവിടെ ആയിരുന്നു. സ്കൂളെല്ലാം ചേഞ്ച് ചെയ്തല്ലേ? അവിടെ എങ്ങനെയാണ് മോനെ അച്ഛന്റെ ഫാമിലിയൊക്കെ എങ്ങനെയാണ്? മോനോട് സ്നേഹമാണ്? മോന്റെ അനുജൻ റിതുൽ മോനിപ്പോ ഒന്നും അറിയാതാണല്ലോ പാവം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പേരും ഷൂട്ടിങ്ങിലാണ്, അങ്ങനെയൊക്കെയാണല്ലോ മോനോട് പറഞ്ഞേക്കുന്നത്. അപ്പം ചോദിക്കാറുണ്ടോ മോനോട്? ചോദിക്കാറുണ്ടോ റിതുൽ മോൻ അച്ഛനെ പറ്റി ചോദിക്കാറുണ്ടോ? ചോദിക്കല് കുറവാ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലാണെങ്കിലും ഷൂട്ടിന് പോയെന്നാ പറയത്തുള്ള. അറിയാം എന്തോ പറ്റിയിട്ടുണ്ട്, അങ്ങനെ എന്തോ അറിയാം. അവന് മരിച്ചോ എന്ന് അങ്ങനെ ഒന്നും അറിയത്തില്ല. മോനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനിപ്പോ അഡ്മിഷന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തിനാണ്? ഇപ്പൊ +2 കോഴ്സ് എടുക്കാനായിട്ടാ. സെക്കൻഡ് ഇയർ ആണോ? +1 വരെ പോയിട്ടുള്ളായിരുന്നു. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോൻ അനിമേഷൻ പഠിക്കണമെന്നൊക്കെ. അപ്പൊ മോൻ അത് +2 6 മാസത്തെ കഴിഞ്ഞ നേരെ ആനിമേഷൻ. ഇനി 6 മാസം ബാക്കിയുണ്ടല്ലോ. അച്ഛൻ പറയുന്നുണ്ടല്ലോ റിതുൽ മോനെ ഒരു പൈലറ്റ് ആക്കണമെന്ന്, മോനെ ഒരു അനിമേഷൻ പൂർത്തീകരിച്ച് അതിന്റെ ജോലി ഭാഗമാക്കണം എന്നൊക്കെ. അപ്പൊ നിങ്ങള് അച്ഛന് വേണ്ടി അതൊക്കെ സാധിച്ചു കൊടുക്കണം. അവന്റെ ഇഷ്ടം, അത് കുഞ്ഞിലോട്ട് അങ്ങനെ ആക്കണം. കുഞ്ഞിലോട്ട് അല്ലെങ്കിൽ അവന് വേറെന്തെങ്കിലും ഒരു ഇഷ്ടം വന്നാലും വലുതാകുമ്പോ അവന് പൈലറ്റ് ആണോന്ന് തോന്നിയില്ലേല് കുഞ്ഞിലോട്ട് അത് പറഞ്ഞു അങ്ങനെ ആക്കണം. നിങ്ങളൊരു ബർത്ത്ഡേ ചെറിയ രീതിയിൽ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ റിതുൽ മോൻ നന്നായിട്ട് മനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇപ്പൊ ജനങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛന്റെ കഴിവ് അതുപോലെ റിതുൽ മോന് കിട്ടിയിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട്, നല്ല താളത്തിലൊക്കെ. അപ്പം അച്ഛന്റെ കഴിവുകളൊക്കെ റിതുൽ മോന് കിട്ടിയിട്ടുണ്ടെന്ന് മോന് തോന്നുന്നുണ്ടോ? അച്ഛനെ പോലെ ആകും തോന്നുന്നുണ്ടോ? അങ്ങനാവും. അവന് ഇപ്പം ഓരോന്ന് കാണിക്കാനാണേലും ആൾക്കാരെ അവൻ പെട്ടെന്ന് എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവൻ കണ്ടുപിടിച്ചിട്ട് അതുപോലെ അവൻ ചെയ്യും. മോന് ആക്ടിങ് ഫീൽഡിലൊന്നും താല്പര്യമില്ല? അങ്ങനെ ഇങ്ങനെ ഈ ആനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. സിനിമയിലൊരു അവസരം അച്ഛന് സുഹൃത്തുക്കളൊക്കെ നൽകുവാണെങ്കിൽ മോൻ പോകുമോ? എങ്ങനെ? അറിയത്തില്ല എനിക്ക്. മിമിക്രി ഒക്കെ ചെയ്യാറുണ്ട് അച്ഛനെ പോലെ? മിമിക്രി അങ്ങനെ മോൻ ചെയ്യാറുണ്ട്? ഇല്ലില്ല. പണ്ട് കുഞ്ഞിനെ അച്ഛനൊപ്പം ജഗദീഷ് ചെയ്യുമായിരുന്നു. അതൊന്നും ചെയ്തില്ല. സ്റ്റേജിലാണോ അതോ? സ്റ്റേജിൽ പണ്ട്. ആണല്ലേ? ഒന്നും അങ്ങനെ ചെയ്തു.
ഈ മോൻ അനിമേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ മൂവി റിലേറ്റഡ് ആയിട്ട് പോവാനാണോ അതോ പുറത്ത് പോകാനൊക്കെയാണോ? പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ കിട്ടുകയാണ്. ഇനിയിപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ കലാഭവൻ മണിക്ക് ശേഷം ഇതുപോലെ ആളുകളെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വിടവാങ്ങൽ ഉണ്ടായിട്ടില്ല. അതായത് സുചേട്ടന്റെ മരണം, അച്ഛന്റെ മരണം. അത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം മോനിതൊക്കെ അറിയുമ്പോൾ ഇത്രത്തോളം കോടിക്കണക്കിന് ജനങ്ങൾ അച്ഛനെ, നിങ്ങളുടെ കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്താ തോന്നുന്നു? ഇവിടെ നമ്മളൊപ്പം ഇങ്ങനെ നടക്കുമ്പോ തോന്നില്ല ഇത്രയും വലിയ ഒരാളാ. ഇങ്ങനെ വരുമ്പോഴേ അറിയുന്നത് ഇത്രയും സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നു എന്നൊക്കെ. നമ്മളൊപ്പം നടക്കുമ്പോ എൻ്റെ അച്ഛനല്ലേ, അപ്പം ഇങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ നമുക്ക്. അങ്ങനെയൊക്കെ കണ്ട ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. ഇത്ര ആൾക്കാർ അച്ഛനെ സ്നേഹിക്കാണ്ടെന്ന് ഇപ്പോഴും പറയാം, അച്ഛൻ ആരുമില്ല. നിങ്ങൾ ഇപ്പോഴും ഈ പൊട്ടിപ്പൊളിയാറായ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അപ്പൊ അത് വിഷമമുണ്ട്. അച്ഛനത് കാണാതെയാണ് അച്ഛൻ പോയിരിക്കുന്നത്. അപ്പൊ അത് വിഷമമുണ്ടോ? അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്. ഇപ്പൊ ഫ്ലവേഴ്സ് കുടുംബം നിരവധി ആളുകൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വീടുണ്ടാക്കി തരും, അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നു? കേൾക്കുമ്പോ സന്തോഷം തോന്നുന്നു. പക്ഷെ അച്ഛനൊരു പകരമായി ആകത്തില്ലല്ലോ. അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് ആകത്തുള്ളായിരുന്നു. ഫ്ലവേഴ്സിലെ പ്രോഗ്രാം സ്റ്റാർ മാജിക്കിലൂടെയാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയിട്ടുള്ളത്. നിങ്ങൾ കുടുംബസമേതം ഒരുമിച്ച് വന്നിട്ടുണ്ടല്ലോ മോനെ, ഫ്ലവേഴ്സിന്റെ ആ ഒരു ഫ്ലോറിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, അതായത് ഫാമിലി അവിടെ എത്തിക്കാൻ പറ്റിയതില്. അതൊക്കെ എങ്ങനെ ഓർക്കുന്നു മോനെ? അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളെ എല്ലാരെയും കാണിക്കാൻ പറ്റിയാലും. എല്ലാരും ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് എടുത്തോട്ടും എൻ്റെ ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനപ്പം. എനിക്ക് തോന്നുന്നു അച്ഛന് അവിടെയുള്ള ആളുകളൊക്കെ അച്ഛന്റെ സഹപ്രവർത്തകർക്ക് കൂടപ്പിറപ്പുകളെ പോലെ ആയിരുന്നല്ലോ. ഇപ്പോഴും ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കാനും കുടുംബത്തിനൊപ്പം നിൽക്കാനും ഇപ്പോഴും വരുന്നുണ്ട്, ഇത്രയും ദൂരത്തു നിന്നും വരുന്നുണ്ടല്ലോ. അപ്പം അവരുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? അവിടെയുള്ള അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ചേട്ടനെ പോലെ തന്നെ അച്ഛൻ, അടുത്തൊരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കും. ഇനിയും ആ ഒരു പ്രോഗ്രാം എന്തായിരിക്കും എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. കാരണം സുധിച്ചേട്ടൻ ഇല്ലാത്ത സ്റ്റാർ മാജിക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ സുധിച്ചേട്ടന്റെ ആ ആത്മാവ് എപ്പോഴും ആ ഫ്ലോറിൽ ഉണ്ടാകുന്നു. ഇപ്പോഴും അതിൽ താരങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് സുധിച്ചേട്ടൻ ഇല്ലാതെ ഈ ഒരു പ്രോഗ്രാം ചിന്തിക്കാനാവില്ല എന്ന്. അപ്പൊ മോൻ ഇനി എന്താണ്, എങ്ങനെ എടുക്കുന്നത്? ഈ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നത്? ഇനിയിപ്പോ എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റാർ മാജിക്കിന്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിനെ പോത്തുള്ളൂ. അവിടൊക്കെ തന്നെ കാണാം, അവിടെയും കാണും, അവിടെയും ഇവിടെ ആയിരിക്കും എപ്പോഴും. എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഡേറ്റ് വെച്ചാൽ അതിന് പോകും. ആ പരിപാടി അച്ഛനെ അത്രയും വളർത്തിയതായിക്കൊണ്ട് അതിനോട് ഭയങ്കര. മോനെ, ഈ അച്ഛന്റെ മരണം അറിഞ്ഞിട്ട് ഹൃദയം തകർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ നമ്മൾ കണ്ടാണ്, കൂടെ അഭിനയിക്കുന്നവരൊക്കെ കണ്ടാണല്ലോ. പിന്നീട് ഇപ്പൊ പോലും നിരവധി ആളുകൾ വരാത്തവരൊക്കെ കൂടി ഇപ്പം കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ടല്ലോ മോനെ. അപ്പം അതൊക്കെ മോനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം അവര് ഫ്ലവേഴ്സ് കുടുംബം എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളാണ് ഞങ്ങളെ വിട്ടുപോയെന്ന് പറയുന്നത്. അപ്പം മോൻ അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നിങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസമായിരിക്കുമല്ലോ അവരൊക്കെ വന്നിട്ട് ഒരു ആശ്വാസ വാക്കുകൾ പറയുന്നല്ലോ. ഞാനിപ്പോ എറണാകുളത്ത് അച്ഛനെ കാണാൻ പോയപ്പോൾ തന്നെ അനൂപേട്ടനും അവരെല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ പകുതി ഒരു ആശ്വാസം. ഞാൻ പ്രത്യേകിച്ച് ഒറ്റയ്ക്കായി എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം അവരെല്ലാരും ഒപ്പം ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാ ദിവസവും വിളിക്കും. അനൂപേട്ടനാണേലും എല്ലാ കാര്യത്തിനും, അനൂപേട്ടൻ മാത്രമല്ല സ്റ്റാർ മാജിക്കിലാണെങ്കിലും അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണേലും എല്ലാരും വിളിച്ച് അന്വേഷിക്കുകയും. സുധിച്ചേട്ടൻ ദേഷ്യപ്പെട്ട്, അച്ഛൻ ദേഷ്യപ്പെട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഒരാളോടും അദ്ദേഹം മറുത്ത് സംസാരിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പം വീട്ടിലെ അച്ഛൻ എങ്ങനെയായിരുന്നു? സ്ട്രിക്റ്റ് ആയിരുന്നു? മോനോട് എങ്ങനെയായിരുന്നു? ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? അതിൽ ആ പരിപാടിയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ ജീവിതത്തിലും. അച്ഛൻ അഭിനയിച്ച സിനിമകളൊക്കെ കാണുന്നല്ലോ തോന്നുന്നു. അങ്ങനത്തെ ഓരോ കുറ്റങ്ങളൊക്കെ അതിന്റെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ. അതൊക്കെ പറയും, അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. ഓരോ സിനിമ കാണുമ്പോഴും ഞാനും ഇളയിനിങ്ങനെ അങ്ങനെ ചെയ്യായിരുന്നു. ഡബിങ്ങിൽ കുറച്ചിങ്ങനെ
എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെയൊക്കെ അടുത്ത പ്രാവശ്യം ചെയ്യാം. അച്ഛനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ ഉണ്ടല്ലോ, അത് ചെറിയൊരു പോർഷൻ ആണെങ്കിൽ ഇപ്പോഴും ആളുകൾ ഓർക്കുന്നത്. അതെ, അതിൽ ആ ഒരു ചിരിക്കുന്ന രംഗം ഇപ്പോഴും ആളുകൾക്ക് മറക്കാൻ സാധിക്കത്തില്ല. അതാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമയിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു, മോനൊക്കെ ഹാപ്പി ആയിരുന്നു? ആ ടൈമില് അന്ന് തിയേറ്ററിലൊക്കെ പോയപ്പോ ഇത് കണ്ടപ്പോ ഭയങ്കര ആൾക്കാരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. ഇപ്പൊ മോനെ നിരവധി സിനിമകൾ അദ്ദേഹത്തിന് ഓഫറുകൾ വരുന്നുണ്ടായിരുന്നു, അഭിനയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നല്ലോ. അതായത് ഒരു നല്ല കാലത്തിലേക്ക് കടക്കുകയായിരുന്നു അല്ലെ, ജീവിതത്തിലൊരു എന്താ പറയാ, ഇപ്പൊ കരിയറൊക്കെ നന്നായിട്ട് ഉയർന്നു വരുന്ന ഒരു അവസരത്തിലായിരുന്നല്ലോ അച്ഛൻ ഇത്തരത്തിൽ വിട വാങ്ങുന്നത്. അപ്പോൾ നിരവധി സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയമൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു? ഈ കൊള്ളാന്ന് പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമയില്ല, അത് കഴിയുമ്പോ അച്ഛന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ സിനിമ ഇറങ്ങി കഴിയുമ്പോ കുറച്ച് വർക്കൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ള. അത് കഴിഞ്ഞാൽ ഈ കുറഞ്ഞ പോകുന്നൊക്കെ വിചാരിച്ച് നിന്നാ. ഈ ഇടയ്ക്കോട്ട് നല്ലപോലെ വർക്ക് ഉണ്ടായിരുന്നു, വർക്കിനെ ഓരോ സ്റ്റാർട്ടായി വരുമായിരുന്നു. അച്ഛൻ പറയായിരുന്നു ഇനി നമ്മള് ജീവിതത്തിൽ ഒരു പച്ച പിടിക്കും മൊത്തത്തിൽ പറയുമ്പോൾ ഇവിടെ എല്ലാരോടും പറയായിരുന്നു ഈ സിനിമ എന്ന് ഇറങ്ങി കഴിയട്ടെ, രക്ഷപ്പെടുന്നു. അതിനെ കുറെ സിനിമ ഇറങ്ങാണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്, കുറെ സിനിമ കിടപ്പുണ്ട്. തന്നെ മോന്റെ അനുജൻ റിബിൻ മോനൊക്കെ, മോനാണല്ലോ ഇപ്പൊ തുണയായിട്ടുള്ളത് കുടുംബത്തിനല്ലേ, കുടുംബത്തിന്റെ ഒരു ഏക ആശ്രയം പ്രതീക്ഷയൊക്കെയാണ് മോനല്ലേ. അപ്പം രണ്ടുപേരെ നന്നായിട്ട് നോക്കണം. പിന്നെ നോക്കണം. ആ മോന് അച്ഛനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാരോടും വലിയൊരു താങ്ക്സ്. ഇത്രയും പേര് കാണുമെന്ന് പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു നന്ദി. വളരെ നന്ദി. ഈ ഒരു സമയത്തും നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കാനുള്ള കാരണം തന്നെ സോഷ്യൽ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മോനെ എന്തിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അത്തരത്തിൽ വരെ ചർച്ചകൾ പോകുന്നു. അനാവശ്യ വിവാദങ്ങളാണ്. കാരണം നമുക്ക് ഈ കുടുംബമായിട്ട് അടുത്ത് നിൽക്കുന്നത്, ഇവിടെ എന്താണ്, എങ്ങനെയാണ് മോനെ കുടുംബം നോക്കുന്നത്, മോൻ ഇവിടെ എങ്ങനെയാണ് കഴിയുന്നതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മോൻ കുറച്ച് ദിവസമായിട്ട് പനിയായിട്ടൊക്കെ വിശ്രമത്തിലൊക്കെ ആയിരുന്നല്ലോ, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഇതൊന്നും അറിയാതെയാണ് ആളുകൾ അനാവശ്യമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം ഞങ്ങൾ എടുക്കാൻ വന്നത് തന്നെ. എന്തായാലും വളരെ നന്ദി മോനെ, ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചത്.